प्यारे मित्रों, आज हम श्री धर्मवीर भारती की कविता टूटा हुआ पहिया പഠിenge. ടൂട്ടാ पहिയ. മഹാഭാരത യുദ്ധത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം എഴുതിയിട്ടുള്ള ആനുകാലിക പ്രസക്തമായിട്ടുള്ള ഒരു കവിതയാണ് ടൂട്ടാ ഹുവ पहिയ. മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ അകപ്പെടുത്തി വധിച്ചു കളഞ്ഞ കൗരവപക്ഷത്തിൻ്റെ ക്രൂരതയിൽ നിന്നും തുടങ്ങുന്ന ഈ കവിത ഇന്നത്തെ കാലഘട്ടത്തിലെ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് കവി ചെയ്യുന്നത്. ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അസത്യ ഒരു അധർമ്മ കാ ജമാന ഹെ. തിന്മയുടെയും അസത്യത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള ഈ സമൂഹത്തിൽ സാധാരണ ജനങ്ങളായ മനുഷ്യർക്ക് കൂടെ നിൽക്കുന്ന മാനവീയ മൂല്യങ്ങളെക്കുറിച്ചാണ് കവി ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത്. നമുക്കൊരു ചിത്രത്തിലേക്ക് പോകാം. പ്രളയത്തിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു കോഴിക്കുഞ്ഞിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കോഴിക്കുഞ്ഞിന് അതിന് ആശ്രയമായി തീരുന്ന, നിസ്സാരമായി കരുതുന്ന ഒരു ചെരുപ്പിനെ പോലെയാണ് മാനവീയ മൂല്യങ്ങൾ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ കവിതയിലൂടെ ശ്രീ ധർമ്മവീർ ഭാരതി ചെയ്യുന്നത്. ടൂട്ടാ पहिയ മാനവീയ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനുള്ള ഉപദേശം കൂടിയായി മാറുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിൽ അസത്യത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാനവീയ മൂല്യങ്ങളെ തുച്ഛമായി കരുതുന്ന, നിസ്സാരമായി കരുതുന്ന ഒരു സമൂഹത്തിന് മുന്നിലാണ് നാം ജീവിക്കുന്നത്. അത്തരം സമൂഹത്തിൽ ഇത്തരം മാനവീയ മൂല്യങ്ങളുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയാണ് കവി നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഒരു പത്രവാർത്തയിലൂടെ കടന്നു പോകാം. കേരൾ മേ ഭാണ്ട്, മധ്യപ്രദേശ് കെ വിഷ്ണുവിനെ കായം കിയ മിസാൽ. കേരളത്തിലെ 2 വർഷം മുന്നേയുള്ള ഒരു പ്രളയത്തെക്കുറിച്ചുള്ള മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്തയുടെ ഹിന്ദി വിവർത്തനമാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. കേരളത്തിലെ പ്രളയത്തിൽ ഒരുപാട് ആളുകൾ അകപ്പെട്ടു പോവുകയും ഒരുപാട് ആളുകളുടെ ജീവിതം പ്രയാസത്തിലായി മാറുകയും ചെയ്തപ്പോൾ മധ്യപ്രദേശിൽ നിന്നും തൻ്റെ കമ്പിളി പുതപ്പ് വിൽക്കാൻ വന്ന വിഷ്ണു എന്ന് പറയുന്ന ഒരു യുവാവ് തൻ്റെ എല്ലാ കമ്പിളി പുതപ്പുകളും അശരണരായ സഹായം ആവശ്യമുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു വാർത്ത നമുക്ക് പത്രത്തിലൂടെ വായിക്കാൻ കഴിയും. ഇത്തരം വ്യക്തികൾ മാനവീയ മൂല്യങ്ങളുടെ പ്രതീകമായിട്ടാണ് കവിയുടെ കാണപ്പെടുന്നത്. കേരൾ മേ ലഗ്ഭഗ് 1 साल बाद आई बाढ़ लाखों लोगों की ज़िंदगी अब संकट में बना हुआ है. കേരളത്തിൽ ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രളയം കടന്നു വന്നത്. ഒരുപാട് ആളുകളുടെ ജീവിതം കഷ്ടപ്പെട്ടു പോയി. संकट की इस घड़ी में मध्य प्रदेश के एक व्यक्ति, പ്രയാസത്തിൻ്റെ ഈ സന്ദർഭത്തിൽ മധ്യപ്രദേശിലെ ഒരു വ്യക്തി സമർപ്പൺ ഭാവ്, അദ്ദേഹത്തിൻ്റെ സമർപ്പണ ബോധം ബാണ്ടമേ പീഡിത് ദിൽ ജീത് ലിയെ, ഈ പ്രളയത്തിൽ അകപ്പെട്ട ആളുകളുടെ മനസ്സ് കീഴടക്കുന്നതായിരുന്നു. മധ്യപ്രദേശ് കെ നീമച്ച് ജില്ലയിൽ സെ ആനെ വാലെ വിഷ്ണു, മധ്യപ്രദേശിലെ നീമച്ച് ജില്ലയിൽ നിന്നും കടന്നു വന്നിരുന്ന വിഷ്ണു ഗലി ഗലി കമ്പൽ ഓർ ചാദർ ബേച്ചനെ കാ കാം കർത്താ രഹ. തെരുവുകൾ നടന്ന് കമ്പൽ ഓർ ചാദർ, പുതപ്പ്, അതുപോലെ വിരിപ്പ് തുടങ്ങിയ വിൽക്കുന്ന ജോലിയാണ് ചെയ്തിരുന്നത്. വെ ഹർ സാൽ ബാരിഷ് കെ മൗസം മേ കേരൾ പഹുഞ്ച് ജാത്താ താ. അവൻ എല്ലാ വർഷവും മഴക്കാലഘട്ടത്തിൽ കേരളത്തിൽ എത്തിച്ചേരാറുണ്ട്. വിഷ്ണുവിനെ BBC को बताया, വിഷ്ണു BBC എന്ന വാർത്താചാനലിനോട് പറയുന്നു, मैं हर साल यहाँ कंबल बेचता जाता हूँ. ഞാൻ എല്ലാ വർഷവും ഇവിടെ കമ്പൽ ബേച്ച്നെ ആത്താ ഹും, കമ്പിളി പുതപ്പ് വിൽക്കാൻ വേണ്ടി വരാറുണ്ട്. ലേക്കിൻ ഇസ് ബാർ ജബ് യഹാ ആയേ, ഇത്തവണ ഇവിടെ വന്നപ്പോൾ മുസ്സെ ഉൻകി ഹാലത്ത് ദേക്കി നഹി ഗയി, എനിക്ക് അവരുടെ അവസ്ഥ കാണാൻ കഴിഞ്ഞില്ല. മേനെ യഹാ ദേഖാ കി കിസി കാ ഘർ ഡൂബ് ഗയാ ഹെ, ഞാനിവിടെ കണ്ടു ചില ആളുകളുടെ വീടുകൾ മുങ്ങിപ്പോയിരിക്കുന്നു. പരിവാർ മേ കോയി മർ ഗയാ ഹെ, കുടുംബത്തിൽ ചില ആളുകൾ മരിച്ചു പോയിരിക്കുന്നു. കിസി കെ പാസ് ഓടനെ കേലി കുച്ച് ബി നഹി ഹെ, ചിലരുടെ കയ്യിൽ പുതയ്ക്കാൻ പോലും ഒന്നുമില്ല. ഹർ ആദമി മുസീബത്ത് മെ ഹെ, എല്ലാ ആളുകളും പ്രയാസത്തിലാണ്. വിഷ്ണുകുമാറിനെ കരീബ് 50 കമ്പൽ സ്ഥാനീയ ജില്ലാ അധികാരി മുഹമ്മദ് അലി കോ സോംപെ. വിഷ്ണുകുമാർ ഏകദേശം 50ഓളം കമ്പിളി പതിപ്പുകളാണ് ജില്ലാ കളക്ടറായ മുഹമ്മദ് അലിക്ക് നൽകിയത്. കി ബാണ്ട് മേ പീഡിതോക്കോ പഹുഞ്ചാ ജക്കെ, ഇതെന്തിനായിരുന്നു? ഈ പ്രളയത്തിൽ അകപ്പെട്ട വിഷമിച്ച ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. ഈ പത്രവാർത്ത തന്നെയാണ് മാനവീയ മൂല്യങ്ങളുടെ പ്രാധാന്യം വിളിച്ചോതുന്നത്. ഏതോ അന്യ സംസ്ഥാനക്കാരനായ വിഷ്ണുകുമാറിനെ പോലെയുള്ള ഒരു വ്യക്തിക്ക്
നമ്മുടെ കേരളത്തിലെ ജനങ്ങളോട് തോന്നുന്ന ആ കരുണയാണ് നമ്മുടെ മനസ്സിൽ ഇന്ന് നിലനിൽക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കവി നമ്മുടെ ഈ കവിതയിലൂടെ. നമുക്ക് ധർമ്മവീർ ഭാരതിയുടെ ടൂട്ടാ പഹിയ എന്ന കവിതയിലേക്ക് കടന്നു ചെല്ലാം. കവിതയുടെ വരികൾ ഞാനൊന്ന് വായിക്കാം. मैं रद का टूटा हुआ पहिया हूँ लेकिन मुझे फेंको मत. मैं रद का टूटा हुआ पहिया हूँ लेकिन मुझे फेंको मत. क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. अपने पक्ष को असत्य जानते हुए भी अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज़ को बड़े बड़े महारथी अकेली निहत्ती आवाज़ को अपने ब्रह्मास्त्रों से कुचल देना चाहे. अपने ब्रह्मास्त्रों से कुचल देना चाहे. तब मैं रद का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. तब मैं टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. मैं रद का टूटा हुआ पहिया हूँ लेकिन मुझे फेंको मत. मैं रद का टूटा हुआ पहिया हूँ लेकिन मुझे फेंको मत. इतिहासों की सामूहिक गति सहसा झूठी पड़ जाने पर. इतिहासों की सामूहिक गति सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय. क्या जाने सच्चाई टूटे हुए पहियों का आश्रय. मित्रों, अब हम इसके अर्थ की ओर देखें. मैं रद का टूटा हुआ पहिया. ഇവിടെ കവിത ഒരു ആത്മകഥാ രൂപത്തിലാണ് കവി പറയുന്നത്. ധർമ്മവീർ ഭാരതി മൈം എന്ന വാക്കുകൊണ്ട് ഇവിടെ രഥത്തിൻ്റെ പൊട്ടിയ ചക്രത്തെയാണ് ഉദ്ദേശിക്കുന്നത്. യഹാ മേ ടൂട്ടാ ഹുവ पहिया है. ഇവിടെ മേ എന്ന് പറയുന്നത് ടൂട്ടാ पहिया പൊട്ടിയ ചക്രമാണ്. മൈം രഥ കാ ടൂട്ടാ ഹുവ पहिया. पहिया कहते हैं मैं रथ का टूटा हुआ पहिया. पहिയ എന്താണ് പറയുന്നത്? ചക്രം പറയുന്നു, രഥത്തിൻ്റെ പൊട്ടിയ ചക്രം പറയുന്നു, ഞാൻ രഥത്തിൻ്റെ കേവലം ഒരു പൊട്ടിയ ചക്രം മാത്രമാണ്. मैं रथ का टूटा हुआ पहिया हूँ. രഥത്തിൻ്റെ കേവലം ടൂട്ടാ ഹുവ. ക്യാ ഹെ ടൂട്ടാ ഹുവ? തകർന്നു പോയ, പൊട്ടിപ്പോയ. എക് पहिया हूँ, ഒരു पहिയാണ്, ഒരു ചക്രമാണ്. ലേക്കിൻ എന്നാലോ മുജെ ഫേങ്കോ മത്ത്, എന്നെ വലിച്ചെറിയരുത്. മുജെ ഫേങ്കോ മത്ത്, എന്നെ വലിച്ചെറിയരുത്. ക്യാ ജാനെ കൈസെ ജാനെ, ആർക്കറിയാം. ക്യൂം, എങ്ങനെ അറിയാം. കബ്, എപ്പോൾ. ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ, ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിലേക്ക്. അക്ഷൗഹിണി സേനാവും കോ ചുനൗത്തി ദേത്താ ഹുവ, അക്ഷൗഹിണി സേനാ വിഭാഗങ്ങളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട്, ഒരു വലിയ സൈന്യത്തെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് കടന്നു വന്ന कोई दुस्साहसी अभिमन्यु, दुस्साहसिകനായ അഭിമന്യു ആക്കർ ഗിർജായെ വന്ന് വീണു പോകുമെന്ന്. കൂട്ടുകാരെ, ഇവിടെ മഹാഭാരത യുദ്ധത്തിൻ്റെ ഒരു സന്ദർഭത്തിലൂടെയാണ് കവി നമ്മളെ കൊണ്ടുപോകുന്നത്. മഹാഭാരത യുദ്ധത്തിൽ കൗരവപക്ഷത്തിലെ നേതാവായിട്ടുള്ള ദുര്യോധനൻ്റെ നേതൃത്വത്തിൽ ഗുരു ദ്രോണാചാര്യൻ ചക്രവ്യൂഹം എന്ന് പറയുന്ന യുദ്ധരീതി അവലംബിച്ചിരുന്നു. ഈ യുദ്ധരീതി അറിയുന്നത് പാണ്ഡവപക്ഷത്തിൽ കേവലം അർജുനന് മാത്രമായിരുന്നു. എന്നാൽ യുദ്ധത്തിൻ്റെ ആ ദിവസം അർജുനൻ യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗുരു ദ്രോണാചാര്യൻ ചക്രവ്യൂഹം രചിക്കുകയും അതിനെ നേരിടാൻ വേണ്ടി പാണ്ഡവപക്ഷത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. ചക്രവ്യൂഹത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന അർജുനൻ്റെ അഭാവത്തിൽ ആ വെല്ലുവിളി ഒരു ദുസ്സാഹസികനെ പോലെ സ്വീകരിക്കുകയാണ് നമ്മുടെ അഭിമന്യു ചെയ്തിരുന്നത്. അഭിമന്യു അർജുനൻ്റെ മകനായിരുന്നു. ദുസ്സാഹസി എന്ന അഭിമന്യുവിന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം അഭിമന്യുവിന് പൂർണ്ണമായിട്ടും ചക്രവ്യൂഹത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. കേവൽ अपने माँ के पेट में होते समय
അമ്മയുടെ വയറിൽ കിടക്കുന്ന സമയത്ത്, അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് അച്ഛൻ്റെ അശരീരി പോലെ കേട്ട വാക്കുകളാണ് ചക്രവ്യൂഹത്തെക്കുറിച്ച്. എങ്കിൽ പോലും ആ പക്ഷത്തെ നേരിടാം എന്ന് ഉറച്ച തീരുമാനമെടുക്കുന്ന യുവപീഠിയുടെ പ്രതീകമായതുകൊണ്ടാണ് അദ്ദേഹത്തെ ദുസ്സാഹസി എന്നുകൂടി കവി വിളിക്കുന്നത്. എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? ചക്രവ്യൂഹം എന്താണ് പറയുന്നത്? മൈ രഥക്ക ടൂട്ടാ ഹുവ പഹിയാഹും, ഞാൻ രഥത്തിൻ്റെ ടൂട്ടാ ഹുവ പഹിയ, പൊട്ടിയ ചക്രമാണ്. ആരാണ് പൊട്ടിയ ചക്രം? പഹിയ അല്ലേ? ലേക്കിൻ എന്നാൽ മുജെ ഫേങ്കോമത്ത്, എന്നെ വലിച്ചെറിയരുതെന്ന് പറയുന്നു. ക്യാ ജാനെ കബ്, എപ്പോൾ, ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ, ദുരൂഹമായിട്ടുള്ള ഈ ചക്രവ്യൂഹത്തിൽ അക്ഷൗണി സേനാവും കോ ചുനോത്തി ദേത്താ ഹുവ, വലിയ ഒരു സൈന്യ വിഭാഗത്ത് തന്നെ. അക്ഷൗണി സേന എന്ന് പറഞ്ഞാൽ ഒരു വലിയ സേനയാണ്. ആ സേനയിൽ ഏകദേശത്തോളം 1,09,350 കാലാൾപ്പടകളും 65,610 കുതിരപ്പടകളും 21,870 രഥങ്ങളും ആനകളും ഉണ്ടായിരുന്ന ഒരു വലിയ സൈന്യം. ഒരു വ്യൂഹം പോലെ, ഒരു ചക്രവ്യൂഹം പോലെ എതിർപക്ഷത്തെ ആക്രമിക്കുന്ന രീതിയാണ് ചക്രവ്യൂഹം. ഈ ചക്രവ്യൂഹത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ചക്രവ്യൂഹത്തെ കവി വിളിക്കുന്നത് ദുരൂഹ ചക്രവ്യൂഹം എന്നാണ്. ഈ ദുരൂഹ ചക്രവ്യൂഹമേ അക്ഷൗണി സേന, വലിയ സൈന്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു സൈന്യത്തെ നേരിടാൻ വേണ്ടി ചുനോത്തി ദേന, ക്യാഹെ ചുനോത്തി ദേന, വെല്ലുവിളിക്കുക, നേരിടുക. വെല്ലുവിളിച്ചുകൊണ്ട് കൊയ് ദുസ്സാഹസി, അഭിമന്യുവിനെ കവി എന്താ വിളിക്കുന്നത്? ദുസ്സാഹസി കഹത്തെ, അഭിമന്യുക്കോ ദുസ്സാഹസി എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അഭിമന്യു ദുസ്സാഹസി എന്ന് വിളിക്കുന്നത്? അഭിമന്യുക്കോ കേവൽ ചക്രവ്യൂഹ में प्रवेश करना जानता था. അഭിമന്യു കേവൽ ചക്രവ്യൂഹ में प्रवेश करना जानता था. അഭിമന്യുവിന് എന്ത് മാത്രമാണ് അറിയാമായിരുന്നത്? കേവലം ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കാൻ മാത്രമാണ് അറിയാവുന്നത്. ലേക്കിൻ ഉസ്സെ ബാഹർ നിക്കൽനെ കാ രാസ്ത, അതിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള വഴി ഉസേ പതാ നഹീത, അവനറിയില്ലായി. ചക്രവ്യൂഹക്ക് ഭേദ്കർ, ചക്രവ്യൂഹിനെ നേരിട്ട് ഉസേ ബാഹർ നിക്കൽനേക്ക, അതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴി ഉസേ പതാ നഹീത, അവനറിയില്ലായിരുന്നു. ऐसे होने पर भी, എന്നിട്ട് പോലും എന്ത് ചെയ്തു? ഉസ്കെ അന്തർ കുസ്ന, അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് എക് ദുസ്സാഹസി ഈ ഹെ, ഒരു ദുസ്സാഹസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ യുവ തലമുറയുടെ പ്രത്യേകതയാണ് ഏത് കാര്യത്തെയും എനിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം, അമിത ആത്മവിശ്വാസം കാണിക്കുക. അങ്ങനെ ഒരു അമിത ആത്മവിശ്വാസം കാണിച്ചത് കൊണ്ട് തന്നെ അഭിമന്യുവിനെ കവിയുടെ ദുസ്സാഹസി എന്നാണ് എടുത്ത് വിളിക്കുന്നത്. ഇനി നോക്കൂ, അപ്പനെ പക്ഷക്കോ അസത്യ ജാനത്തെ ഹുയേബി, അപ്പനെ പക്ഷ, തങ്ങളുടെ ഭാഗം, പക്ഷം, ഭാഗം, വോ അസത്യ ജാനത്തെ ഹുയേബി, അത് അസത്യമെന്ന് അറിഞ്ഞിട്ട് പോലും. ആരുടെ ഭാഗമാണ് ഇവിടെ അസത്യമായിട്ടുള്ളത്? കൗരവോം ക പക്ഷ, കൗരവന്മാരുടെ ഭാഗം. തങ്ങളുടെ ഭാഗം അസത്യമെന്നറിഞ്ഞിട്ട് പോലും ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ യോദ്ധാക്കന്മാർ, കൗരവന്മാരുടെ നേതൃനിരയിൽ വലിയ വലിയ യോദ്ധാക്കന്മാരാണ്. ദുര്യോധനൻ, ധൃതരാഷ്ട്രൻ, അതുപോലെ തന്നെ ഗുരു ദ്രോണാചാര്യൻ, നമ്മുടെ കർണൻ, ഇങ്ങനെ വലിയ വലിയ യോദ്ധാക്കന്മാരുണ്ട് തന്നെ ഒരു വലിയ പക്ഷമാണ് കൗരവപക്ഷം. ഇങ്ങനെയുള്ള വലിയ പക്ഷം, വലിയൊരു വിഭാഗം, വോ ജാൻതാ ഹെ അപ്ന പക്ഷ അസത്യ ഹെ, തങ്ങളുടെ പക്ഷം അസത്യമാണ്. എന്തുകൊണ്ടാണ് അസത്യം? ബാലകനായിട്ടുള്ള ഒരു വ്യക്തിയെ നിരായുധനായി നിൽക്കുമ്പോൾ ആക്രമിക്കാൻ പാടില്ല എന്നത് യുദ്ധത്തിൻ്റെ നിയമമാണ്. ഇതെല്ലാം അറിയുന്ന കൗരവപക്ഷം എന്ത് ചെയ്തു? ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ യോദ്ധാക്കന്മാർ, അഖേലി നിഹത്തി ആവാസ്കോ, അഖേലയായ, അഖേല എന്ന് പറഞ്ഞതാണ് ഒറ്റക്കായിട്ടുള്ള, ഒറ്റക്ക് മാത്രം ഈ വലിയ സൈന്യത്തിൻ്റെ മുന്നിൽ അകപ്പെട്ടു പോയിട്ടുള്ള നിഹത്തി ആവാസ്, എങ്ങനെയുള്ള ശബ്ദം? നിരായുധമായ ശബ്ദം അല്ലേ? ആയുധങ്ങളെല്ലാം നശിക്കപ്പെട്ടു. കൗരവപക്ഷം അഭിമന്യുവിൻ്റെ എല്ലാ ആയുധങ്ങളും തങ്ങളുടെ ശസ്ത്രം കൊണ്ട് ഇല്ലാതാക്കി കഴിഞ്ഞു. അങ്ങനെ നിരായുധമായി നിൽക്കുന്ന ശബ്ദത്തെ അപ്പനെ ബ്രഹ്മസ്ത്രോസെ, തങ്ങളുടെ വലിയ അസ്ത്രങ്ങൾ കൊണ്ട്, വലിയ വലിയ അസ്ത്രങ്ങൾ കൊണ്ട് കുച്ചൽ ദേന ചാഹ, മിഠാന ചാഹ, ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചു. കുച്ചൽ ദേന നശിപ്പിക്കുക, ചവിട്ടി മതിക്കുക, ഇല്ലാതാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്.
ഇത്തരമൊരു സന്ദർഭത്തിലാണ് ഇവിടെ ടൂട്ടാ ഹുവ പഹിയ, മാനവീയ മൂല്യങ്ങളുടെ ലഘുമാനവത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ടൂട്ടാ ഹുവ പഹിയ അഭിമന്യുവിൻ്റെ ആശ്രമമായി തീരുന്നു. കവി പറയുന്നു, തവുമായി അപ്പോൾ ഞാൻ രഥ ടൂട്ടാ ഹുവ പഹിയ, ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രം, ഉസ്കെ ഹാത്തോമേ അവൻ്റെ കൈകളിൽ, ബ്രഹ്മാസ്ത്രോംസെ ആ വലിയ വലിയ അസ്ത്രങ്ങളെ, ലോഹാലേ സക്താഹും സാമ്ന കിയാത, ലോഹാലേന സാമ്ന കർണ നേരിട്ട് കൊടുത്തു. വലിയ വലിയ അസ്ത്രങ്ങൾക്ക് മുന്നിൽ തുച്ഛമായി കരുതപ്പെടുന്ന ഒരു പൊട്ടിയ ചക്രം, രഥത്തിൻ്റെ ഒരു പൊട്ടിയ ചക്രം, അത് കറക്കിക്കൊണ്ടായിരുന്നു കുറച്ചു നേരത്തോളം അഭിമന്യു തൻ്റെ ജീവൻ പിടിച്ചു നിർത്തിയത്. അപ്പോൾ അത്രയും വലിയ അസ്ത്രങ്ങൾ നേരിടാൻ ഒരല്പസമയത്തേക്കെങ്കിലും അഭിമന്യുവിൻ്റെ ആശ്രയമായി തീർന്നത് ടൂട്ടാ ഹുവ പഹിയ മാത്രമായിരുന്നു. എന്താണ് ടൂട്ടാ ഹുവ പഹിയ പറയുന്നത്? മൈ രഥ ടൂട്ടാ ഹുവ പഹിയ, രഥത്തിൻ്റെ പൊട്ടിയ ചക്രമായ ഞാൻ, ഉസ്കെ ഹാത്തോമേ അവൻ്റെ കൈകളിൽ, ബ്രഹ്മാസ്ത്രോംസെ ബ്രഹ്മാസ്ത്രങ്ങളെ, ലോഹാലേ സക്താഹവും നേരിട്ട് കഴിഞ്ഞു. മേ രഥ ടൂട്ടാ ഹുവ പഹിയ, ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രം മാത്രമാണ്. മേ രഥ ടൂട്ടാ ഹുവ പഹിയാഹും, ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രം മാത്രമാണ്. ലേക്കിൻ മുജെ ഫേങ്കോ മത്ത്, എന്നാൽ എന്നെ വലിച്ചെറിയരുത്. ലേക്കിൻ മുജെ ഫേങ്കോ മത്ത്, എന്നാൽ എന്നെ വലിച്ചെറിയരുത്. കവി എന്നിട്ട് പറയുന്നു, ഇതിഹാസവും കി സാമൂഹിക ഗതി, ചരിത്രത്തിൻ്റെ സാമൂഹികമായ സഞ്ചാരം, ചരിത്രത്തിൻ്റെ സാമൂഹികമായ ഗതി അല്ലെങ്കിൽ സഞ്ചാരം, സഹസ അത് പെട്ടെന്ന് തന്നെ, ജൂട്ടി പഠനേപ്പർ അത് തെറ്റിലേക്ക് തിന്മയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് പോലും, ക്യാ ജാനെ ആർക്കറിയാം, എങ്ങനെ അറിയാൻ കഴിയും, സച്ചായി സത്യമെന്നും, ടൂട്ടേ ഹുവേ പഹിയോം കാശ്രയിലെ ഇത്തരം പൊട്ടിയ ചക്രങ്ങളെ മാത്രമാണ് ആശ്രയിക്കുക എന്ന്. എന്താണ് ഈ വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിഹാസവും കി സാമൂഹിക ഗതി സഹസ ജൂഠി പഠനേ പർ ക്യാ ജാനെ സച്ചായി ടൂട്ടേ ഹുവേ പഹിയോം കാ ആശ്രയിലെ. ചരിത്രം സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മാർഗം വിട്ട് സഞ്ചരിക്കുന്ന ചില കാലഘട്ടങ്ങളുണ്ട്. ചരിത്രം സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാത വിട്ട് അധർമ്മത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ചില സമയങ്ങളുണ്ട്. ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് അടയാളപ്പെടുത്തിയ സമയങ്ങളുണ്ട്. അത്തരം സമയങ്ങളിൽ എന്തു ചെയ്യുന്നു? സത്യത്തിൻ്റെ പക്ഷം നിൽക്കുന്നത് ഇത്തരം പൊട്ടിയ ചക്രങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യർ മാത്രമായിരിക്കും. ഇങ്ങനെ ചരിത്രം പോലും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പക്ഷത്തിൽ നിന്ന് മാറി അധർമ്മത്തിൻ്റെ വലിയൊരു സൈന്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് പോലും ക്യാ ജാനെ അത്തരം ജൂട്ടി ആവാസോക്കെ വിരുദ്ധ ലഡ്നെ കെ ലിയെ, അത്തരം തെറ്റായ ശബ്ദങ്ങൾക്കെതിരെ പോരാടാൻ കൂടെ നിൽക്കാൻ വേണ്ടി കേവൽ മാനവീയ മൂല്യ ഹി ആശ്രയ ബനേക, കേവലം മാനവീയ മൂല്യം മാത്രമായിരിക്കും ആശ്രയമായി തീരുക എന്നത്. ഈ കവിതയിലൂടെ കവി ഇന്നത്തെ തിരക്ക് പിടിച്ച സമൂഹത്തിൽ കടന്നു പോകുമ്പോൾ നിസാരക്കാരായ മനുഷ്യർ, നമ്മുടെ ജോമോൻ താക്കോൽക്കാരനെ പോലെ സമൂഹത്തിൻ്റെ പ്രതിസന്ധികളോട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർ ചിലപ്പോൾ ചില പ്രതിസന്ധികളെ ഒറ്റപ്പെട്ടു പോകാം. കാരണം ഭരണവർഗത്തിൻ്റെ അക്രമങ്ങൾക്ക് എതിരായിട്ട് അവർ നിരായുധരായി പോകാം. അത്തരം നിരായുധരാകുന്ന വ്യക്തികളുടെ കൂടെ നിൽക്കാൻ, മാനവീയ മൂല്യങ്ങൾ കൊണ്ട് അവരുടെ സഹായമായി നിൽക്കാൻ കവി നമ്മളോട് പറയുകയാണ്. ഇപ്പം നമുക്കറിയാം, 2-3-4 ദിവസം മുന്നേ ഒരു വലിയ അസുഖത്താൽ പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു വലിയ അസുഖത്താൽ രോഗക്ഷയയിലായ ഒരു കുട്ടിക്ക് 18 കോടി രൂപ വേണമെന്ന് സമൂഹത്തോട് ആവശ്യപ്പെട്ടു പോയപ്പോൾ എത്രയെത്ര നല്ല മനസ്സുകളാണ് അവനെ സഹായിച്ചത്. അതുപോലെയുള്ള മാനവീയ മൂല്യങ്ങൾ എന്നും നിലനിൽക്കേണ്ടതുണ്ട്. അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്ന് ഈ സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ധർമ്മപക്ഷത്ത് നിൽക്കാൻ നമ്മളോട് ഉപദേശിക്കുകയാണ് ടൂട്ടാ ഹുവ പഹിയ എന്ന കവിതയിലൂടെ കവി നമുക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ കവിത മനസ്സിലായെന്ന് കരുതുന്നു. കൂടുതൽ വിശദീകരണങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.